ഹലോ ഗൈസ്, ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് രണ്ടാമതും പൂത്തതാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. ഒരു പ്രാവശ്യം ഡ്രാഗൺ ഫ്രൂട്ട് പൂത്ത് പഴങ്ങളൊക്കെ നമ്മൾ പറിച്ചു, നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് രണ്ടാമതും വീണ്ടും പൂക്കുന്നതാണ് ഈ കാണുന്നത്. ഈ പ്രാവശ്യം 10-20 പൂത്തിട്ടുണ്ട്. നമ്മളവിടെ ഉണ്ടായിരുന്ന തൊട്ട് പുറയിലുണ്ടായിരുന്ന ഒരു പ്ലാവങ്ങ് വെട്ടിക്കളഞ്ഞു. അപ്പോൾ നല്ല വെയിലൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ കായകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് നടുന്നവർ ശ്രദ്ധിക്കുക, നല്ല വെയിലടിക്കുന്ന സ്ഥലത്ത് നട്ടെങ്കിൽ മാത്രമേ നല്ല വിളവ് കിട്ടുള്ളൂ. മഴക്കാലത്ത് അല്പം ചീച്ചിലൊക്കെ ഇതിനുണ്ട്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം 1-2 പോയായിരുന്നു. മഴ സമയത്ത് വല്ല സാഫോ അങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. നമ്മുടെ ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുന്ന പൂക്കൾ വിരിയാറായിരിക്കുന്ന പൂക്കളാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വെയിലും നല്ല വളമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 200 ഗ്രാമൊക്കെ ഉള്ള ഉണ്ടാകും. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്രധാന ശത്രു ഒച്ച്. ഇവൻ വരുന്നത് മിക്കപ്പോഴും രാത്രികളിലാണ് വരുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ അന്ന് രാത്രി തീർച്ചയായിട്ടും ഈ ഒച്ചിനെ കാണാം. ചില സ്ഥലങ്ങളിലൊക്കെ തണ്ടിങ്ങനെ വെളുത്തിരിക്കുന്നതും തൊലി പോയതൊക്കെ കാണുന്നതൊക്കെ ഇവരുടെ പണിയാണ്. ഇവരാണിത് രാത്രികാലം വന്ന് തിന്ന് നശിപ്പിക്കുന്ന ആളുകൾ. അപ്പം ഡ്രാഗൺ ഫ്രൂട്ടുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒരു മഴ കഴിഞ്ഞ് ഒരു രാത്രി ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഒച്ചിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവരെ പിടിച്ച് താഴെയിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവർ തന്നെ എത്തുപൊക്കോളും. അപ്പം ഇവരെ നശിപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഈ ചെടീനെ നന്നായിട്ട് പരിപാലിക്കാനായിട്ട് കഴിയുള്ളൂ. വേറെ പ്രത്യേകിച്ച് കീടബാധയൊന്നും ഇല്ലാത്ത ഒരു മുൾച്ചെടി വർഗ്ഗമാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. ആകെയുള്ള ഒരു ശത്രു എന്ന് പറയുന്നത് ഇവൻ മാത്രമാണ്. ആയാൽ ഇവനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും പഴങ്ങളൊക്കെ ഒന്ന് കഴിക്കണേ.